ഇങ്ങനെ ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നോ ഈ ഇൻഡസ്ട്രിയിൽ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ചേട്ടൻ? അതെന്തായാലും സർക്കാർ ധൈര്യപൂർവ്വം ഇതിനെതിരെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നത് അന്വേഷണം വേണമെന്ന് എന്തായാലും സർക്കാർ തീരുമാനിച്ച നല്ല തീരുമാനമല്ലേ? അതെ, അതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു നടപടി ആയിപ്പോയില്ലേ? എന്ത് തോന്നുന്നു? അല്ല, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് നടപടി ആയി പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും വളരെ സധൈര്യം ഇറങ്ങിയ ഒരു നടപടിയാണ് അല്ലേ? നടപടിയൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ ഇതൊക്കെ എല്ലാ മേഖലയിലും ഇങ്ങനെ അന്വേഷണം തുടങ്ങിയാൽ എല്ലാവർക്കും ചൂഷണം നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. മേഖലയെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗ്ലാമറും അതിന്റെ ഒരു അതിന് കിട്ടുന്ന ഒരു വാല്യൂ ഒക്കെ അനുസരിച്ച് കുറച്ച് ആളുകൾക്ക് കുറച്ച് ഫോക്കസ് കൂടുതലൊന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ യുവതലമുറ ഈ സിനിമയിൽ ഇപ്പൊ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. യുവതലമുറ ഇല്ല ഒന്നുമില്ല. യുവതലമുറ ഒരുപാട് മാറ്റം ഈ ഫീൽഡിൽ ഉണ്ടാക്കുമല്ലേ ഈ എഡ്യൂക്കേറ്റഡ് ആയ പിള്ളേര്? യുവതലമുറയാണ്. ഞാൻ എന്ത് തലമുറ എന്തായാലും എന്റെ തലമുറയിൽപ്പെട്ട ആളുകൾ ഈ പറഞ്ഞതുപോലെ ഒരു എന്റെ തലമുറ ഒരു പ്രശ്നങ്ങളുമില്ല, സമാധാനമായിട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ യുവതലമുറ അല്ല ഏട്ടാ, ഞാനൊരു സംശയം, ഈ താരാധിപത്യം എന്ന് പറയുന്നതിന് അവസാനം ഉണ്ടാകുമോ? താരാധിപത്യം ഒന്നുമില്ല. താരാധിപത്യം എങ്ങനെ ഉണ്ടാകുന്നത്? താരാധിപത്യം എന്ത് ആധിപത്യം ഉണ്ടോ? ഓരോ കാലത്തും നമുക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റിന് വില ഇത് കൂടും അല്ലെ? ഇപ്പൊ ക്രിയേഷന്റെ നോക്കിന്റെ വിലയാണോ മറ്റുള്ളത് അല്ലല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് ഓരോരുത്തരുടെ പടങ്ങൾ ഓടുന്നതനുസരിച്ച് ഇപ്പം എനിക്ക് പടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ 3-4 പടങ്ങൾ ഓടിയത് കൊണ്ട് ആൾക്കാർ ജയിക്കുന്നതുകൊണ്ടൊക്കെ എനിക്ക് പടം വരും. വേറെ ആളുകൾ ഞാൻ മാറി കൊടുക്കേണ്ടി വരും. ഉണ്ടാകുന്നത് അത് ആധിപത്യം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആധിപത്യം എന്നൊക്കെ പറഞ്ഞത് ഭരണമൊക്കെ രാജാക്കന്മാർ ആധിപത്യമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വിടില്ല. വാല്യമുള്ളതുകൊണ്ടും കഴിവുള്ളതുകൊണ്ടും ചിലർ ഒന്നാമനാവുന്നു, രണ്ടാമനാവുന്നു. അമ്മ എന്ന സംഘടനയുടെ ഈ ഇതുവരെയുള്ള നിലപാടിനെ കുറിച്ചൊക്കെ എന്ത് തോന്നുന്നു? അമ്മ ഞാൻ പറയുന്നത് സംഘടന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ പറഞ്ഞാൽ അംഗങ്ങളെ സംരക്ഷിക്കണം, അവർക്ക് പെൻഷൻ കൊടുക്കണം, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അമ്മേനെ ഞാൻ പറഞ്ഞു ഈ സംഘടനകളോടാണല്ലോ മൊത്തത്തിൽ പ്രശ്നം. നമ്മള് എന്നാ പറയുക, സംഘടന വന്നു, സംഘടന അമ്മ എങ്ങനെയല്ല, അമ്മയിൽ ഒരു വ്യക്തി മാത്രമല്ലല്ലോ, ഒരുപാട് ആളുകളില്ലേ. ചേട്ടാ ഈ ജഗദീഷിന്റെ സ്റ്റേറ്റ്മെന്റ് അസ്ഥാനത്തായി പോയില്ലേ ചേട്ടാ? എനിക്ക് അതിനൊന്ന് പറയാൻ ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അസ്ഥാനത്താണ് അതെന്ന് തീരുമാനിക്കുന്നത്. അമ്മ അതിന്റെ ഭാരമുണ്ട്, മെയിൻ വഹിക്കുന്ന എന്തെങ്കിലും പക്വതയും പാകതയുള്ള ആളുകളാണ്, അവർ തീരുമാനിക്കട്ടെ. ഞാനിപ്പോ ഒരു സംഘടനാംഗം എന്നുള്ളൊരു അനുസരണയുള്ള സംഘടനാ പ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ വേറൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചേട്ടാ താങ്കളൊരു സംവിധായകനുമാണ്. ഈ സംവിധായക സംഘടന ഇതുവരെ ആരും അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. സംഘടനയുടെ എന്ത് കാര്യമുണ്ടെങ്കിലും അത് രഞ്ജിയേട്ടനും വിജയേട്ടനുണ്ട്. വിജയത്തോട് വിളിച്ച് അവരോട് സംസാരിച്ചാൽ ചേട്ടാ അപ്പോഴേ ഈ സംവിധായകൻ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞ ഈ സംഭവത്തെ കുറിച്ച് എന്താ താങ്കൾക്ക് പറയാനുള്ളത്? അതൊക്കെ ഈ പറയുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം വരെയാണെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അന്വേഷണം ഞാൻ പറഞ്ഞ പുള്ളി അന്വേഷണത്തെ സ്വാഗതം ചെയ്തിട്ടില്ലേ? അതെ, നമുക്ക് എന്തായാലും നമ്മൾ ഒരു വളരെ ഭദ്രമായ ജുഡീഷ്യൽ നമുക്കുണ്ട്. അപ്പൊ അത് അന്വേഷണം വരട്ടെ. ഏതായാലും ഇത്രയും സമയം നമ്മളോട് സഹകരിച്ചതിൽ വളരെ സന്തോഷം. ചേട്ടാ ഒരു ചെറിയ കാര്യം കൂടെ, പുതിയ സംവിധായക സംരംഭങ്ങൾ വല്ലതും താങ്കളുടേതായി വരുന്നുണ്ടോ? സംവിധായകൻ ആണല്ലോ താങ്കൾ. ഇത് മാത്രമേ ഉള്ളൂ ചോദ്യം. ഞാൻ